പിണറായി വിജയൻ പോകാൻ വേണ്ടിട്ട് യാസീൻ ഓതിയത് ഇപ്പൊ എന്താ കഥ? കത്ത ഓതുകയാണ്. എവിടുന്നെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കിട്ടുമെന്ന് വെച്ചിട്ട് ഞാനൊന്നും പറയണില്ല. കാരണം എന്താ, ഞങ്ങൾ പറഞ്ഞാലാണ് പ്രശ്നം. എന്തായാലും എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ ഇന്നെങ്ങനെ നോക്കി നിന്നിട്ട് ഏറിൽ വിട്ടവരൊക്കെ ഉണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ? വല്ല നാഥനില്ലാത്ത കളരിമാതിരി. ഒരാള് മരിച്ചാൽ 3 ഉണ്ടാവും, 7 ഉണ്ടാവും, 14 ഉണ്ടാവും. ഇതിപ്പോ 3 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 10 ദിവസമായിടോ. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് ഇന്റെ തൽക്കാലപ്പൊന്നും പറയണ്ട. അതിനാവുമ്പോ ഞങ്ങളോട് പറയണ്ട്. ഇപ്പൊ എടുത്തു പോണ പണി ഇങ്ങനെ എടുത്തു പോയ മൈകള്. ഇപ്പൊ സഖാക്കന്മാരുടെ പണി എന്താന്നില്ല എനിക്കറിയില്ലേ? അവിടെ എന്തേലും പറയണ്ടോ, ഇവിടെ എന്തേലും പറയണ്ടോ, ഓലെന്തേലും ചെയ്യണ്ടോ, ഒളിഞ്ഞു വെക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് എഴുതുക. എന്നിട്ട് അവിടെ പോയിട്ട് ബോർഡ് വെക്കുക. ബോർഡ് വെക്കുന്നിടത്ത് CCTV ഉണ്ടോന്നോടും നോക്കാൻ അറിവില്ലാത്ത പൊട്ടന്മാരാണ് എന്റെ പാർട്ടിക്കാർ അറിയുന്ന മുന്നിൽ. വിവരവും വിദ്യാഭ്യാസവും നിങ്ങളെ 7 അയലോക്കത്തെ കൂടി നിങ്ങളെ മരപ്പൂത്തുകൾക്ക് പോയിട്ടില്ല. എൻ്റെ നിങ്ങളെ എരുമകളൊക്കെ അറിയണത്, എരുമകളെ കാര്യം അറിയണത്. അന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കൊരു കാര്യമില്ല. ഇത് ഞങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രി ആരാന്നുള്ളതും എന്താണ് എപ്പോൾ എടുക്കണം എന്നുള്ളതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അതിന് നിങ്ങൾ ഇടപെടേണ്ട. ഇത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ പോനെന്ത് പറയണു, അവിടെ എന്ത് പറയണു, എന്നിട്ട് പോയിട്ട് എഴുതേ ഫേസ്ബുക്കിലും മറ്റേതിലും. ഇതാണല്ലോ ഇപ്പം നിങ്ങളെ പണി. ഓരോ പൊട്ടന്മാർക്ക് ഇത് മുസ്ലിം ലീഗിനെ ചൊറിയുമ്പോൾ അതിൽ എന്താ എഴുതണു, എവിടെ ഓലെ പോസ്റ്റ് ഇതിലെന്താ അക്കൗണ്ടിലെന്താ പോസ്റ്റ് ചെയ്ത് കൊണ്ടുകൂടി നോക്കാനൊരു അന്തോടിയില്ല. മറ്റുള്ളത് ഒരാളെ കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോഴേ അക്കൗണ്ടിൽ കൂടി CPM സപ്പോർട്ട് ചെയ്ത ഇതായിരിക്കും ഉണ്ടാകുക. എന്നിട്ട് ഓലാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് കണ്ട് പോസ്റ്റ് ചെയ്യണത്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ടെന്നാണ്. അങ്ങനത്തെ കുത്തിത്തിരിപ്പുണ്ടാക്കി നടക്കണം നാറിയ പണിയെടുക്കുകയാണ് മുന്തിരാൻ്റെ പാർട്ടി എന്നാണ്. തൂറി വിരകിയിട്ട് നടക്കണം എൻ്റെ പാർട്ടി. എന്നിട്ടൊരു ഉളുപ്പുണ്ടല്ലങ്ങൾക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയാൻ ഇവിടെ വന്നിട്ട് ഈ വലിയ പ്രസംഗിക്കാൻ. എൻ്റെ തമ്പുരാനൊന്നും മുണ്ട് തലിയിട്ടിട്ടാണ് നടക്കുക. ഒരു അക്ഷരം മുണ്ടിയിട്ടില്ല കഴിഞ്ഞിട്ട്. എന്താ മറ്റേ ഇയാൾ പറഞ്ഞ കടുവക്ക് പല്ലുപിടിച്ച മാതിരിയാണ്. നിങ്ങൾ കുറച്ച് ദിവസങ്ങളായി നിങ്ങളിങ്ങനെ മുഖ്യമന്ത്രിനെ കിട്ടിയോ എടോ. നിങ്ങളൊക്കെ ഇതിലും വലിയ തെറ്റത്തരങ്ങൾ ചെയ്തിട്ടുണ്ടേ. എൻ്റെ മരിച്ചുപോയ നായനാർ എന്ന് പറഞ്ഞത് 30 കൊല്ലം മുമ്പ്. എനിക്കറിയോ? എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അന്ന് കൽപ്പകഞ്ചേരി കൂടി മൂക്കുടി ഏൽപ്പിച്ചിടക്കായിരിക്കും. അതൊക്കെ ഒന്ന് പഠിച്ചേ പോയിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റേ അച്യുതാനന്ദന് ആപ്പ് വെച്ചുകാണ്ടേ മുഖ്യമന്ത്രി അതൊന്നും എനിക്ക് മറന്നിട്ടില്ലല്ലോ. അന്ന് ഇതിൻ്റെ ഡബിൾ ദിവസം എടുത്തിട്ടില്ലത് പാര വെക്കാനായിട്ട്. ആ മഹാഭാവത്തിൻ്റെ ഉള്ളിൽ കൂടി പണിയെടുത്ത് തോൽപ്പിച്ച് കാണ്ടേ. എന്നിട്ട് പിന്നെ MLA ആകാത്ത മത്സരിക്കാത്ത ഒരാൾ പിന്നെ മത്സരിച്ച് ജയിച്ചിട്ടൊക്കെയാണ് MLA ആയിട്ടില്ല. അതിലും വലിയ ചെറ്റത്തരങ്ങൾ ചെയ്യില്ല. എന്തെല്ലാം ചെറ്റത്തരങ്ങൾ നിങ്ങൾ മറ്റേ നായനാർ ചെയ്തിട്ടുണ്ട് അറിയോ? എന്നിട്ട് അതൊന്നും അറിയാതെ നിങ്ങൾ വന്നിട്ട് ഈ 10 സായപ്പത്തിനും കോൺഗ്രസിനെയും പറ്റിയിട്ട് ചൊറിയാൻ നിൽക്കണത്. നിങ്ങളെ ശരിക്കും മറ്റത് അമേദ്യം വാരി മുഖത്തു കൂടി ഒട്ടിച്ചിട്ടാണ് നിങ്ങളെ ജനങ്ങൾ വിട്ടിട്ടുള്ളത്. ആട്ടി അടിച്ചിട്ടല്ലത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവികളിൽ ഒന്നാണ് നിങ്ങൾ നേരിട്ടിട്ടുള്ളത്. നിങ്ങൾ ചരിത്രത്തിലില്ല. നിങ്ങൾക്ക് മിണ്ടാനൊരവകാശമില്ല മുന്തിറേ. ഒരു ഭാഗത്ത് മാറി നിൽക്ക്, ഒഴിഞ്ഞ് നിൽക്ക്. അത്യാവശ്യം മാനം ഇതൊക്കെ എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊള്ള തുറക്കല്ലേ. നിങ്ങൾ എന്തേ കരുതി ഇപ്പോൾ കോൺഗ്രസിൻ്റെ അതിൻ്റെ പിന്നാലെ കൂടി നിങ്ങളൊക്കെ ആകെ സേഫായിരുന്നില്ലതാ? ഇങ്ങൻ്റെ പാർട്ടി എടുക്കണ പണി ഇപ്പം എനിക്ക് മനസ്സിലായില്ലേ? ഒളിഞ്ഞു നോക്കുക. അപ്പുറത്തും ആരാൻ്റെ തീക്ക് പോയിട്ട് ഒളിഞ്ഞു നോക്കിയിട്ട് അവിടെ എന്താ പറയണു, ഇവിടെ എന്താ പറയണു നോക്കിയിട്ട് അത് ഇവിടെ വന്നിട്ട് എഴുതുക. ഉളുപ്പില്ലാത്ത പരിപാടി. ചേറ്റാള് എൻ്റെ അല്ലേട്ടാ പറയണത്, എൻ്റെ പാർട്ടിനെയാണ്. ഇജ്ജ് നമ്മളെ ചങ്കാണ്. എൻ്റെ മുടി ടോപ്പായിക്കണം കേട്ടോ. ഇത് എവിടുന്നാ വെച്ചിരിക്കണത് വിഗ്? അവിടെ ഉണ്ടല്ലേ, ദുബായിലല്ലേ വിഗൊക്കെ കിട്ടില്ലേ? നമുക്ക് നോക്കണം. അപ്പോൾ ഇജ്ജിപ്പോൾ എന്താ പറഞ്ഞത്? ഇജൊന്നും പറയണില്ല എന്നല്ലേ? ഇജ്ജ് പറയണ്ട. അതിന് നിങ്ങൾക്ക് അവകാശമല്ല പറയാൻ. ഏറ്റവും അടിയിലാണ്, താഴെ തട്ടിലാണ് കിടക്കുന്നത്. പൊളിഞ്ഞ് കിടക്കുകയാണ് CPM. ഇനിയൊക്കെ ആദ്യമൊക്കെ ഒന്ന് റിപ്പയറാക്കി കൂട്ടിയെടുത്തിട്ട് വരി. ജനങ്ങൾക്ക് അത്രയും വെറുപ്പാണ് ഇങ്ങോട്ട് ഇപ്പോൾ സത്യം. CPM എന്ന പാർട്ടിനോട് അത്രയും വെറുത്തത് കൊണ്ടാണ് നിങ്ങളെ ആട്ടി അടിച്ചിട്ടില്ല ജനങ്ങൾ. എവിടെയില്ലല്ലോ ഇപ്പോൾ മലപ്പുറത്ത് കൂടി ഒരു തുള്ളിക്കത് എന്തെങ്കിലും ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ MLA പഞ്ചായത്ത് മറ്റേ ഇതിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണമെങ്കിൽ അപ്പുറത്തേതെങ്കിലും ജില്ലയിൽ പോകണ്ടേ? ആ അവസ്ഥയിലല്ലേ ഇപ്പോൾ. മനസ്സിലായല്ലേ? UDF
ഉണ്ടാക്കണ്ടെന്ന് യുനോ